മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ശരിക്കും അനുമോളോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോ? ഈ പരിപാടിയുടെ പേരെന്താ? ലൈൻ കട്ട്. കട്ട് ചെയ്തു അല്ല പിന്നെ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. യാത്ര നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, എപ്പിസോഡ് ബൈ എപ്പിസോഡ്. Rewind the incidents, man. ഒന്നും പറയണ്ടേ, അന്വേഷിച്ചിട്ട് മിണ്ടാതിരിക്കും. ഞാനും അന്വേഷിച്ചിട്ടുള്ള കാര്യമാണ് അതൊക്കെ. നിങ്ങൾ എന്തിനാ ഇടപെടണം? നിങ്ങൾ വേറെ സുഹൃത്തല്ലേ? വിശ്വസിക്കരുതടാ, ലോകത്തോരു പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. നീ മനസ്സിലാക്കാത്ത ഒരു സത്യം ഞാൻ ഇനി തുറന്നു പറയാം. അരവിന്ദനും അവളെ ഇഷ്ടമാണ്. മച്ചാ പോടാ പോടാ, സൈഡിൽ പോടാ. നിക്ക്, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ചേട്ടാ പാല് വേണോ? കുറച്ച് ചേട്ടാ, കുറച്ച് കൂടി. തലയിൽ എണ്ണ തേക്കാൻ ശ്രമിക്കുന്നു, മുട്ട പുഴുങ്ങുമെന്ന് പറയുന്നു, കോഴിയുടെ പുറകെ ഓടുന്നു. ഇതൊക്കെ നീ ഒരു സിനിമയിലാണ് ചെയ്തിരുന്നതെങ്കിൽ അഭിനയത്തിനുള്ള ഉർവശി അവാർഡ് ഈ വീടിന്റെ അലമാരയിൽ കിടന്നേനെ. മണിയറിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പാല് ഷെയർ ഉദ്ദേശം എന്താണെന്നും അവളുടെ മനസ്സെന്താണെന്നും എനിക്ക് മാത്രമല്ലേ അറിയൂ. കുടിക്കേട്ടാ, ചേട്ടാ ഹെൽത്ത് ഞാനും കൂടെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം കൂടിയാ. അയ്യേ, ബെസ്റ്റ്. എന്താ എന്റെ ഉദ്ദേശം? അനു, നീ എന്തിനാ നിന്റെ പാല് കൊടുക്കുന്നത് അനീഷേട്ടന്? നിനക്കെന്താ പ്രശ്നം? കണ്ടില്ലേ, നീ കരുതിയതിലുമൊക്കെ എത്രയോ ശക്തരാണ് പപ്പി നിന്റെ എതിരാളികൾ. വാശിയും വൈരാഗ്യവും കൊണ്ട് ഒരിക്കലും നിനക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. സ്നേഹം കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. നമുക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. ക്രഷ് ആയെന്ന് പറഞ്ഞ അന്നേരം തൊട്ട് തുടങ്ങിയേക്ക് ഇവളെ ഈ ഇളക്കം. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഇനി ഞാൻ കഴിക്കുന്നതിന്റെ പകുതിയും ഞാൻ ചേട്ടൻ തരും. ചേട്ടന്റെ ഹെൽത്ത് നോക്കേണ്ടത് എന്റെയും കടമയാണ്. ഉത്തമയായ ഭാര്യ. ഈ കള്ളക്കണ്ണീരും അഭിനയവും കാണിച്ച് എല്ലാം നേടിയിട്ടാണ് നീ പോകുന്നതെന്ന് കരുതണം. അപ്പൊ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?